അമൃതേച്ചി ഒന്ന് വന്നേ. ഇതിപ്പോ എന്തിനുള്ള പുറപ്പാടാണ് എന്തോ. ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാനാ പുറപ്പാടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ആരും ഒന്നും പറയാൻ നിൽക്കണ്ട. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഫുൾ കോറമാണല്ലോ, എല്ലാരും ഉണ്ടല്ലോ. ഇവിടെ ഇപ്പൊ പഞ്ചരത്നത്തിൽ ഊണ് സമയം, ആൾക്കാർ വന്നു തുടങ്ങും. വെറുതെ ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കരുത്. എന്തേലും പറയാനുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കാം. ഞാൻ ബഹളം വെക്കാനോ നിന്റെയൊക്കെ കച്ചവടം പൂട്ടിക്കാനോ വന്നതല്ല. ഞാനേ എന്റെ പെങ്ങളെ കാണാൻ വന്നതാ. ശ്യാമളെ വിളിക്ക്, എനിക്ക് അവളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ആ മാഡം വന്നല്ലോ. എന്താ ഏട്ടാ? നീ ഭർത്താവിനെ മോനെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഇവളുമാരുടെ കൂടെ പൊറുക്കാൻ തുടങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞു. എനിക്ക് വേണ്ടാത്ത എന്റെ മക്കളെ നീ എന്തിനാ സംരക്ഷിക്കുന്നത്? നീ എന്തിനാ ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നേ? എനിക്ക് പിറക്കാതെ പോയ എന്റെ സ്വന്തം മക്കളാ ഇവര്. ഇവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേ ഇവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതിനെ ആരും തടയാൻ നോക്കണ്ട. എന്നാലേ ഇനി മുതൽ ഇവരുടെ കാര്യങ്ങളിൽ നീ ഇടപെടണ്ട. അതൊക്കെ നോക്കാനേ ഇവരുടെ അച്ഛനായ ഞാനും അമ്മയായ കലാവതിയുണ്ട്. കലാവതി എന്നു മുതൽ ഇവർക്ക് അമ്മയായി തുടങ്ങിയത്? 7 ജന്മം തപസ്സിരുന്നാലും കലാവതി രേണുകയ്ക്ക് തുല്യമാവില്ല ചന്ദ്രേട്ട. അമൃതമോളുടെ കല്യാണം മുടക്കിയതും അവളുടെ അനിയത്തിമാരെ ഇവളിൽ നിന്ന് അകറ്റാൻ നോക്കിയതും ഏട്ടൻ ഈ പറഞ്ഞ കലാവതി തമ്പുരാട്ടി തന്നെയാ. ആ സൈസ് സാധനങ്ങൾ ഇവിടെ എടുക്കത്തില്ല. എന്നെ എന്റെ മക്കളെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നോടി. ഇറങ്ങണം നീ ഇവിടുന്ന്. ഇറങ്ങണി ഇവിടുന്ന്. ഇപ്പൊ ഇറങ്ങണം. സാമ്പാറിന് തുണ്ടം വെട്ടുന്ന കത്തിയായത്. അലമ്പ് കാണിച്ച അങ്ങോട്ട് വന്ന് കുത്തിക്കേറ്റും ഞാൻ പള്ളക്ക്. ആ ഏതാടി ഈ കുട്ടിത്തേവാങ്ക്? എന്നോട് കയർത്ത് സംസാരിക്കാനായോ ഇവളൊക്കെ? സിസിലി ചേച്ചി അകത്തു പോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. അത് ഞങ്ങൾ തന്നെ തീർത്തോളാം. പഞ്ചരത്നത്തിലെ വേലക്കാരികൾക്ക് പോലും നാക്ക് മുളച്ചു തുടങ്ങി. അതെങ്ങനെയാ? ശ്യാമളയുടെ അല്ലേ ഭരണം? മോന്തായം വളഞ്ഞാൽ 64 വളയുമെന്നാ ശാസ്ത്രം. ഇനി ഇവിടുന്ന് ചലച്ച നിന്റെ മോനെ ഞാൻ വളയ്ക്കും. മനസ്സിലായോടാ? ചേച്ചിയുടെ അകത്ത് പോകാനാ പറഞ്ഞത്. ഇനി നിങ്ങളോട് പ്രത്യേകിച്ച് പറയണോ അകത്ത് പോവാൻ? ഏട്ടൻ വെറുതെ കലാവതിയുടെ വാക്ക് കേട്ട് ഇവിടെ കിടന്ന് തുള്ളണ്ട. തൽക്കാലം ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഏട്ടന് രക്തബന്ധവും മക്കളൊന്നും ഒരു വിചാരം ഇല്ലെങ്കിലും എനിക്ക് അങ്ങനെയല്ല. ദേ എന്റെ ചോരയാ ഈ കുട്ടികളുടെയൊക്കെ ശരീരത്തിലൂടെ ഓടുന്നത്. അച്ഛന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി അപ്പച്ചിയുടെ നാവിൽ നിന്ന് തന്നെ കേട്ടല്ലോ. ഇനി നിന്ന് താളം ചവിട്ടാതെ പൊക്കൂടെ? ഇതൊരു വീടല്ല, സ്ഥാപനം. ഇവിടെ എന്തെങ്കിലും ഒരു കച്ചവടം നടന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് ദയവ് ഇത് അച്ഛനൊന്ന് പോയി തരാമോ? കല്യാണം മുടങ്ങിയിട്ടും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ദേ സ്വന്തം തന്തയോട് നീ കാട്ടുന്ന അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാ നിന്റെ കല്യാണം മുടങ്ങിയത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. പൂജിച്ച കെട്ടുതാലിയുടെ മുന്നിൽ നിന്നും കതിർമണ്ഡപത്തിൽ നിന്നും നിനക്ക് ഇറങ്ങേണ്ടി വന്നില്ലേ?
ഇതിനേക്കാൾ വലിയൊരു ഗതികേട് ഒരു പെണ്ണിന് വേറെ എന്തുണ്ടാവാനാ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.